പൂച്ചക്കുട്ടിയെ ടേബിളിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങണ പിക്ചർ നിങ്ങൾ കണ്ടോ? അപ്പോൾ ഞാനിവിടെ എഴുതി ദി കാറ്റ് സ്ലീവ്സ് ഓൺ ദി ടേബിൾ. ദി കാറ്റ് സ്ലീവ്സ് ഓൺ ദി ടേബിൾ എന്ന് എഴുതി. അതായത് കാറ്റ് പൂച്ചക്കുട്ടി ഉറങ്ങുന്നു ടേബിളിൻ്റെ പുറത്ത്. അപ്പോൾ ഓക്കെ ആണല്ലോ, സെൻറ്റൻസ് ഓക്കെ ആണല്ലോ. പക്ഷെ തെറ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പൂച്ചക്കുട്ടി ടേബിളിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യമാണ്. സോ ഓൺ ദി സ്പോട്ട് ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ പറ്റണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസ്, ആർ, ആം എന്നുള്ള ഈ ഗ്രാമറാണ് കേട്ടോ. ഇതാണ് ഓൺ ദി സ്പോട്ട് ഒരു ആക്ഷൻ നടക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കാറ്റ് സ്ലീപ്സ് ഓൺ ദി ടേബിൾ എന്ന് പറയുമ്പോൾ കാറ്റ് ടേബിളിൻ്റെ പുറത്ത് ഉറങ്ങാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യം പറയാൻ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിങ്ങനെ പറയാം, ദി കാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഈ സാരാൻ വരുമ്പോൾ ING ഫോം വേണം കേട്ടോ. സ്ലീപ്പിംഗ് ഓൺ ദി ടേബിൾ. ടേബിളിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ എന്തിനാണ് ഈസ് വന്നത്, ഇവിടെ എന്തിനാണ് ING വന്നത്, ഈ ഓണിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അതാണ് പറഞ്ഞത്. ഗ്രാമറൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും കേട്ടോ. സോ നമ്മുടെ കിഡ്സിൻ്റെ ബാച്ച്, കുഞ്ഞു കുട്ടികളുടെ ബാച്ച് അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. KG മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക.